ഇന്നലെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് അൻസാർ ഉസ്താദിൻ്റെ ഈ വീഡിയോ കാണാനിടയായത്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ട വിവരവും ഞാൻ അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെ കുറിച്ച് വിമർശിക്കാനോ കുറ്റം പറയാനോ അല്ല ഞാൻ ഇവിടെ വന്നത്. അതിനെക്കുറിച്ച് ധാരാളം ആളുകൾ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കെ തന്നെ മുറിപ്പെടുത്തുന്ന കുറേ വാക്കുകൾ കൊണ്ട് ഉമ്മയെ വേദനിപ്പിക്കുകയും മരണപ്പെട്ട സമയത്ത് പോലും നല്ലൊരു വാക്ക് പറയാത്തതിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമേ എനിക്കുള്ളൂ. ഉമ്മക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വന്നത് ഒരു ചരിത്ര സംഭവമാണ്. തീർത്തും ഇതിനോട് എതിരായ ചരിത്ര സംഭവം. ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിരുന്നത് വളരെയധികം രഹസ്യമായിട്ടായിരുന്നു. ആരും അറിഞ്ഞാൽ ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വരുമെന്നതിനാൽ എല്ലാവരും രഹസ്യമായി ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. അവിടെയാണ് സമ്പന്നനും കുലീനനുമായ ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള ആഗമനം. അദ്ദേഹം രഹസ്യമായി ഇസ്ലാമിൻ്റെ ആഗമനം മറച്ചു വെച്ചു. എന്നാൽ താൻ ആരെ അറിയരുതെന്ന് വിചാരിച്ചു അവർ അറിയുകയും, അതായത് തൻ്റെ പെറ്റുമ്മ അറിയുകയും ഇസ്ലാമിൽ നിന്ന് തൻ്റെ പഴമതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി മകനോട് കൽപ്പിക്കുകയും ചെയ്യുവാണ്. പക്ഷേ അദ്ദേഹം ആ അവസരത്തിൽ അവരെയും ഇസ്ലാമിൻ്റെ ആദർശത്തിലേക്ക്, ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് അവർ ക്ഷണിക്കുകയാണ്. അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തടങ്കലിലിടുകയും ക്രൂരമായ മർദ്ദനത്തിനും അക്രമത്തിനും ഇരയാക്കുകയും ചെയ്യുകയാണ്. ഒരു നിലക്കും അദ്ദേഹം പിന്നോട്ടില്ല എന്ന് കണ്ടപ്പോൾ, ധാരാളം ദിവസം അദ്ദേഹത്തെ ആക്രമിച്ചിട്ടും ശിക്ഷിച്ചിട്ടും പിന്നോട്ടില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മ തന്നെ അദ്ദേഹത്തെ വിട്ടേക്കണം, അദ്ദേഹത്തോട് പോയിക്കൊള്ളാൻ പറയുന്നു, ഒഴിവാക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇദ്ഹബ് മാ അന ബി ഉമ്മിക്, നിനക്ക് പോകാം, ഞാൻ നിൻ്റെ ഉമ്മയല്ല. ഈ അവസരത്തിൽ തന്നെ ധാരാളം ആക്രമിച്ച, ധാരാളം ശിക്ഷക്കിരയാക്കിയ ആ ഉമ്മയോട് മകൻ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുകയാണ്, ഉമ്മ നിങ്ങളൊന്ന് വിശ്വസിക്കും ഉമ്മ, ഞാൻ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഉമ്മ, നിങ്ങളൊന്ന് എന്നെ വിശ്വസിക്കൂ, ഈ മതത്തിലൊന്ന് വിശ്വസിക്കൂ, അള്ളാഹുൽ വിശ്വസിക്കൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ ഉമ്മ സകല ദൈവങ്ങളെയും ആണയിട്ടുകൊണ്ട് പറയുന്നു, ഇല്ല, നിൻ്റെ ദീനിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അവസാനം അദ്ദേഹം തൻ്റെ സർവ്വ സ്വത്തുക്കളും തൻ്റെ ഉമ്മയെയും ഒഴിവാക്കിയിട്ട് ആ മക്കയിൽ മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ പറ്റാതായപ്പോൾ ഹബശയിലേക്ക് പലായനം ചെയ്യുകയാണ്. ചരിത്രം ഇങ്ങനെ നീളുന്നുണ്ട്. ഇവിടെ നോക്ക്, തന്നെ എത്രയൊക്കെ ആക്രമിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ആ മകന് ഉമ്മയോട് വന്നത് സഹതാപവും സ്നേഹവും മാത്രമാണ്. തൻ്റെ ആശയത്തിലേക്ക് ഉമ്മ വരാത്തതിലുള്ള ഉമ്മ പെട്ടുപോയല്ലോ എന്നുള്ളൊരു വേദന. ഇവിടെയാണ് പെറ്റും ഏത് നിലക്കായാലും അവരെങ്ങനെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതത്തിൻ്റെ സ്നേഹം. ആർക്കും ഏത് പ്രത്യശാസ്ത്രവും ഏത് വിശ്വാസവും കൊണ്ട് മുന്നോട്ട് പോകാം, ജീവിക്കാം. പക്ഷേ മനുഷ്യപ്പറ്റില്ലാത്ത മൃഗമായി തീരുന്ന വിശ്വാസത്തിലോ പ്രത്യശാസ്ത്രത്തിലോ പെടാതിരുന്നാൽ മതി.